ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഗുലാബ് ജാമുൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടിത് 1 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക. 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഈ റവ നന്നായിട്ട് തന്നെ വെന്ത് വരണം. മൂടിയൊന്നും വെക്കണ്ട, അല്ലാതെ തന്നെ നന്നായിട്ട് വെന്ത് വരും. ഇതിലേക്ക് 2 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ കുറച്ചൊക്കെ പാല് വറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ നിന്നിങ്ങനെ വിട്ട് കിട്ടണം, അതുവരെ വറ്റിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഷുഗർ സിറപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കണം. ഇനി ഞാനിതിലേക്ക് 2 ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കയുടെ പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. അതാകുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരണം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള റവയുടെ മിക്സ് ഇപ്പോൾ നന്നായിട്ട് തന്നെ ചൂടാറിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് സോഫ്റ്റാക്കി കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റാക്കി കുഴച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ സോഫ്റ്റാക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇത് നമുക്ക് എത്രത്തോളം വലിപ്പം വേണം അതിനനുസരിച്ച് ഉരുട്ടിയെടുക്കുക. അപ്പം ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് ഉരുട്ടിയെടുക്കുന്നത്. അപ്പം ഞാനിവിടെ എല്ലാതും ഉരുട്ടിയെടുത്തിട്ടുണ്ട്. എണ്ണ ഇവിടെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ ബോൾസ് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ 2 പാർട്ടാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റത്തെ പാർട്ട് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണമെങ്കിൽ എല്ലാ ഭാഗത്തും ഒരുപോലെ കളറാവുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റണം. ഈ ഒരു കളറിൽ തന്നെ കോരി മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും കോരിയിട്ടുണ്ട്. ഇനി നമുക്ക് അതേ എണ്ണയിലേക്ക് തന്നെ ബാക്കിയുള്ളത് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പിലേക്ക് ഈ ബോൾസ് ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെക്കുക. ആ ചൂടോട് കൂടി തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ അടുത്ത ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ഒരു 2 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വെക്കണം. എങ്കിൽ ആ ഷുഗർ സിറപ്പൊക്കെ ഈ ഗുലാബ് ജാമിൻ്റെ അകത്തേക്ക് നന്നായിട്ട് കയറുള്ളൂ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് കിട്ടും. അപ്പോൾ ഇത് 2 മണിക്കൂർ വെച്ചിട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.